ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 21ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ വേറെ ആരും അറിയരുത് എന്ന് അവർക്കെല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്ന ലിയുരാജ്ഞിയാണ്. അതിനുശേഷം സേവകന്മാരെല്ലാവരും അവിടുന്ന് പോയി കഴിയുമ്പോൾ ലിയുരാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും ആ കമാൻഡറും പറയുന്നുണ്ട്, നമുക്കെതിരെ പ്രവർത്തിച്ച ഷണ്ടനെയും അവന് വേണ്ടി പ്രവർത്തിച്ച മറ്റുള്ളവരെയും പിടികൂടിയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ദേഷ്യത്തോടെ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, അവരെ എല്ലാവരെയും കൊന്നുകളയണം. എന്നാൽ ലിയുരാജ്ഞി ഒന്നും പറയാതെ ആംഗ്യത്തിൽ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അത് മനസ്സിലാക്കി ആ പട്ടാളക്കാർ അവിടുന്ന് പോകുന്നു. എന്തോ നിർദ്ദേശമാണ് കൊടുത്തത്. അവർ പോയി കഴിഞ്ഞിട്ടും ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുന്നുണ്ട്, എന്നെ തട്ടിക്കൊണ്ടുപോയവരെ കൊല്ലുകയാണ് വേണ്ടതെന്നൊക്കെ. ലിയുരാജ്ഞി എന്നാൽ സ്നേഹത്തോടെ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ കെയർഫുൾ ആയിരിക്കണം, നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം, നാളെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എന്തുകൊണ്ടാണ് തൻ്റെ സഹോദരി സ്നേഹത്തോടെ പെരുമാറുന്നതെന്ന് ആദ്യം അവന് മനസ്സിലായില്ല. പിന്നീട് ചിന്തിച്ചുകൊണ്ട് സഹോദരിയോട് അവൻ ചോദിക്കുകയാണ്, അടുത്ത രാജാവ് ആരാണെന്നുള്ള രാജശാസന സഹോദരി കണ്ടുവല്ലേ? അതിനും ലിയുരാജ്ഞി ഉത്തരം പറയുന്നതായി കാണിക്കുന്നില്ല, മറിച്ചൊന്ന് ഞെട്ടുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത രാജാവിനെ പ്രഖ്യാപിക്കാനുള്ള ആ മുഹൂർത്തം വന്നെത്തി. അവിടേക്ക് ലിയുരാജ്ഞിയും സഹോദരനും വരുന്നു. ആ എഡിക്റ്റുമായിട്ടാണ് വരുന്നത്, അതായത് രാജശാസനവുമായിട്ട്. അവിടെ രാജാവിൻ്റെ സഹോദരനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആകാംക്ഷയോടെയാണ് അവരെല്ലാവരും അത് കേട്ടു നിന്നത്. രാജാവിൻ്റെ സഹോദരൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലിയുരാജ്ഞിയുടെ സഹോദരൻ്റെ പേര് തന്നെയായിരുന്നു അതിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അവൻ അറിയാമായിരുന്നു. അതുമാത്രമല്ല, രാജാവ് ലിയുരാജ്ഞിയുടെ സഹോദരനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളും വായിച്ചു കൂട്ടുന്നുണ്ട്. ലിയുരാജ്ഞിയുടെ സഹോദരൻ അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. രാജാവിൻ്റെ സഹോദരനും മറ്റുള്ളവർക്കും അത് അംഗീകരിക്കേണ്ടി വരുന്നു. ആളുകൾ ഒരുപാട് പിറുപിറുത്തെങ്കിലും അതെല്ലാം അംഗീകരിക്കേണ്ടി വന്നു. കാരണം ആളുകൾക്ക് പോലും അവൻ രാജാവാവുന്നത് ഇഷ്ടമല്ല. എങ്കിലും ലിയുരാജ്ഞി ആ ചടങ്ങ് തുടർന്നു. പഴയ രാജാവിൻ്റെ സമ്മാനമായിട്ടുള്ള വാള് അവന് കൈമാറുന്നു. ലിയുരാജ്ഞിയുടെ സഹോദരൻ അതും വാങ്ങുന്നു. അതിനുശേഷം രാജാവിൻ്റെ മുമ്പിൽ എല്ലാവരോടും മുട്ടുകുത്താൻ പറയുന്നു. എല്ലാവരും അതും അംഗീകരിച്ച് ലിയുരാജ്ഞിയുടെ സഹോദരൻ രാജാവാകുമെങ്കിലും രാജാവിൻ്റെ സഹോദരന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ഇപ്പോൾ രാജാവിൻ്റെ ശവപ്പെട്ടിക്ക് കാവൽ നിൽക്കുന്ന ഷിയാത്തിയ രാജ്ഞിയെ കാണിക്കുന്നു. ഷിയാത്തിയ രാജ്ഞി തൻ്റെ മകനോട് താൻ ഇവിടെ കുറച്ചു നേരം സമയം ചെലവഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ താനും കൂടെയുണ്ടെന്ന് മകൻ പറയുന്നു. ഒരുപക്ഷെ രാജകൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഇവർ അറിയുന്നുണ്ടാകില്ല. അപ്പോഴേക്കും ജനറൽ മാ അങ്ങോട്ട് വരുന്നു. ജനറൽ മാ പറയുന്ന കാര്യം വേറൊന്നുമല്ല, രാജാവ് മരിച്ചു എന്ന സന്ദേശം രാജകൊട്ടാരത്തിൽ അറിയിച്ചിട്ട് 3 ദിവസമായി. ഇതുവരെയും റിപ്ലൈ ഒന്നും രാജകൊട്ടാരത്തിൽ നിന്ന് വരാത്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോകണമെന്നാണ് ജനറൽ മാ പറയുന്നത്. ജനറൽ മാ എന്തോ അപകടം മണത്തിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, ഷീലിങ്ങും എല്ലാവരും നമ്മളെ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു ചാടി നമ്മളിപ്പോൾ ഒരു തീരുമാനവും എടുക്കരുത്. എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ടൊരു തീരുമാനമെടുക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് താൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ജനറൽ പോകാൻ പോകുമ്പോൾ തന്നെ തടഞ്ഞുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, വെയ്സിറ്റിക്ക് അവിടുത്തെ ജനറൽ ഇല്ലാത്ത അവസ്ഥയെപ്പറ്റി ചിന്തിക്കാനേ ആകില്ല. ജനറൽ മാ പറയുകയാണ്, അതിലും പ്രധാനപ്പെട്ടതാണ് താങ് സ്റ്റേറ്റിന് അവിടുത്തെ രാജാവില്ലാത്തത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ രാജകുമാരന് അത് കൂടുതൽ അപകടകരമാണ്. ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ അപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അതിലും പ്രധാനപ്പെട്ടതാണ് എനിക്ക് വെയ്സിറ്റിയുടെയും താങ് സാമ്രാജ്യത്തിൻ്റെയും സംരക്ഷണം. ഞാൻ രാജാവാകുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും രാജാവാകാൻ യോഗ്യതയുള്ളത് ഷിയാത്തിയ രാജ്ഞിയുടെ ഈ മകന് തന്നെയാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഷിയാത്തിയ രാജ്ഞിക്ക് പോലും തൻ്റെ മകനോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു. ശേഷം ജനറൽ മായിനോട് ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, നീ പോകണ്ട, ഒരു ഡെപ്യൂട്ടിയെ അങ്ങോട്ട് വിട്ടോളൂ. അയാൾ പോയി സ്ഥിതിഗതികളൊക്കെ അന്വേഷിച്ചു വരട്ടെ. പിന്നെ മഞ്ഞു മൂടിയ ഒരു സ്ഥലത്ത് കൂടി സാങ്സാങ്ങിൻ്റെയും ഫൂസിയുടെയും പേര് വിളിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിൻകിയെ കാണിക്കുന്നു. ആ അലച്ചിലിനിടയിൽ പല സ്ഥലങ്ങളിലും അവൻ വീഴുന്നുണ്ട്. എന്നിട്ടും അവരെ കണ്ടുമുട്ടുമെന്ന വിശ്വാസത്തോടെ വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നു. കണ്ടാലേ അറിയാം അവൻ ഒരുപാട് ടയേർഡായിട്ടുള്ള അവസ്ഥയിലാണ്. പിന്നെ രാജകൊട്ടാരത്തിൽ ആ കമാൻഡറിനെയും സാങ്സാങ്ങിൻ്റെ ഫാദറിനെയും കാണിക്കുന്നു. സാങ്സാങ്ങിൻ്റെ ഫാദർ ഉന്നത പദവിയിലുള്ളൊരു വ്യക്തിയാണല്ലോ. സാങ്സാങ്ങിൻ്റെ ഫാദർ പറയുന്ന കാര്യം വേറൊന്നുമല്ല, താൻ അക്കാദമിയിൽ പോയിരുന്നു, തന്നെ അവിടെ പ്രവേശിപ്പിച്ചില്ല എങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഫൂസി പോയതിന് ശേഷം അവിടുത്തെ അധികാരം ആരും ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആ കമാൻഡർ പറയുകയാണ്, അതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ രാജശാസന ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അതിൽ രാജാവിൻ്റെ കൈയക്ഷരമായിരുന്നില്ലേ എന്നാണ് സാങ്സാങ്ങിൻ്റെ ഫാദർ ചോദിക്കുന്നത്. ആ കമാൻഡർ പറയുകയാണ്, അത് സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല, പക്ഷേ നല്ല കൾട്ടിവേറ്റേഴ്സിന് അത് സാധിക്കും. തീർച്ചയായും അതിൽ എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തോൽവിയായ ഇവന് രാജാവ് ഒരിക്കലും അധികാരം കൈമാറില്ല. സാങ്സാങ്ങിൻ്റെ ഫാദറും അതിനോട് യോജിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് മിക്കവാറും താങ് അഡ്വൈസർ തന്നെയായിരിക്കും അതിൽ മാറ്റം വരുത്തിയതെന്നാണ്.
ലിയു രാജ്ഞിയും താങ് അഡ്വൈസർ തമ്മിൽ എന്തോ കരാറുണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലായതാണല്ലോ. അതുകൊണ്ട് തന്നെ താങ് അഡ്വൈസറിനെ കാണാനാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരെ അവിടെ സ്വീകരിച്ചത് മിങ്ചി ആയിരുന്നു. മിങ്ചിയെ അടുത്ത പിൻഗാമിയായി തെരഞ്ഞെടുത്തതിന്റെ സൂചകവും അവർ കണ്ടു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കഴിഞ്ഞ രാത്രിയിൽ താങ് അഡ്വൈസറും മരിച്ചു. ആകുലപ്പെട്ടുകൊണ്ട് അവർ അകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും വാർത്ത അറിഞ്ഞുകൊണ്ട് ലിയു രാജ്ഞിയും സഹോദരനും അവിടെ എത്തുന്നുണ്ട്. ഇത് താങ് അഡ്വൈസർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ലിയു രാജ്ഞി ചോദിക്കുകയാണ് ഇത് എപ്പോഴാണ് നടന്നത്. മിങ്ചി പറയുകയാണ് ഇന്നലെ രാത്രി. ആകാംക്ഷയോടെ ലിയു രാജ്ഞി അപ്പോൾ ചോദിക്കുകയാണ് ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. മിങ്ചി പറയുകയാണ് രാജ്ഞിയെ കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ടയേർഡായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ തന്നെ ആ കമാൻഡറിനും സാങ്സാങ്ങിന്റെ ഫാദറിനും കാര്യം കത്തി. രാജശാസനത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. ഒട്ടും മടി കൂടാതെ സാങ്സാങ്ങിന്റെ ഫാദർ അത് ചോദിക്കുകയും ചെയ്തു. രാജശാസനം വായിക്കുന്നതിന് വേണ്ടിയാണോ ലിയു രാജ്ഞി കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതെന്ന്. ലിയു രാജ്ഞി അപ്പോൾ പറയുകയാണ് ഞാൻ ഇവിടുത്തെ ഗാർഡിയനാണ്, അതൊക്കെ തന്നോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ക്ഷമാപണം നടത്തിക്കൊണ്ട് സാങ്സാങ്ങിന്റെ ഫാദർ പറയുകയാണ് എങ്കിലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷമാണല്ലോ താങ് അഡ്വൈസർ മരിച്ചത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതൊക്കെ ശരിക്കും വിചിത്രമായിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ് എല്ലാ കുറ്റവും ഞങ്ങളുടെ മേൽ ചുമത്താൻ ശ്രമിക്കുകയാണോ? എന്നാൽ അങ്ങനെയൊന്നുമല്ല, താങ് സാമ്രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ക്രൂരനായിട്ടുള്ള ലിയു രാജ്ഞിയുടെ സഹോദരൻ നല്ല ശിക്ഷയ്ക്ക് തന്നെ അവനെ വിധിക്കുന്നു. സാങ്സാങ്ങിന്റെ ഫാദർ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അതിനുശേഷം ദുഷ്ടയായി മാറിയ ലിയു രാജ്ഞി മിങ്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി മിങ്ചി പറയുകയാണ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ലിയു രാജ്ഞി അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എൻ്റെ സഹോദരനുമായിട്ട് നിനക്ക് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, ഇനി മുതൽ ആ കണക്ഷനൊന്നും വേണ്ട, അവനിപ്പോൾ ഇവിടുത്തെ രാജാവാണ്. മിങ്ചി നിസ്സാരക്കാരനല്ല എന്ന് ബുദ്ധിയുള്ള ലിയു രാജ്ഞി മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുശേഷം കമാൻഡറിനെയും വിളിച്ചുകൊണ്ട് ലിയു രാജ്ഞി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ മിങ്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ സഹോദരി പറഞ്ഞത്? നിന്നെ നല്ലവണ്ണം സേവിക്കണമെന്നാണ് പറഞ്ഞതെന്ന് മിങ്ചി അപ്പോൾ പറയുന്നു. ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ് അത് സഹോദരി പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മിങ്ചി അപ്പോൾ പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ മാസ്റ്റർ മരിച്ചു. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ലിയു രാജ്ഞിയുടെ സഹോദരന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അയാൾ പറയുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പദവിയിലേക്ക് ആര് വരുമെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള നീ തന്നെ ആ പദവിയിലേക്ക് വരട്ടെ, അതിനുവേണ്ടിയുള്ള ഉത്തരവ് ഞാൻ ഉടനെ തന്നെ പുറപ്പെടുവിക്കുന്നതായിരിക്കും. ഒരു സ്വേച്ഛാധിപതിയെ പോലെയുള്ള സംസാരമായിരുന്നു ലിയു രാജ്ഞിയുടെ സഹോദരൻ നടത്തിയിരുന്നത്. മിങ്ചി അതിൽ കറക്ഷനും കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ ലിയു രാജ്ഞിയുടെ സഹോദരൻ ദേഷ്യപ്പെട്ടില്ല. മിങ്ചിയെ ചെറിയ പേടി ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ കാണിക്കുന്നത് ചോങ്മിങ് രാജകുമാരൻ താങ് സ്റ്റേറ്റിലെ രാജാവ് മരിച്ച കാര്യം തന്റെ ഫാദറിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ അയാൾ പറയുകയാണ് ദൈവം നമ്മുടെ ഭാഗത്താണ്, കാരണം താങ് സ്റ്റേറ്റിലെ രാജാവ് മരിച്ചിരിക്കുന്നു, ഫൂസിയും മരിച്ചിരിക്കുന്നു. ഇപ്പോൾ താങ് സ്റ്റേറ്റ് വളരെ ദുർബലമാണ്. താങ് സ്റ്റേറ്റിനെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റിയ സമയം ഇത് തന്നെ. ചോങ്മിങ് രാജകുമാരൻ പറയുകയാണ് അധികാരം ഇപ്പോൾ ആ വിഡ്ഢിയുടെ കയ്യിലാണ്, ചെറിയൊരു പുഷ് കൊടുത്താൽ മതി, താങ് സാമ്രാജ്യം ഇപ്പോൾ നശിയും. താങ് സാമ്രാജ്യം ഇപ്പോൾ നാശത്തിന്റെ വക്കീലാണ്. അപ്പോൾ ഫാദർ ലോങ്കിൻ രാജകുമാരനെ കുറിച്ച് അന്വേഷിക്കുന്നു. അവൻ ഗോൾഡൻ ഹോർഡയും ഓരോരോ സ്ഥലങ്ങളും പിടിച്ചടക്കിയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എനിക്കെതിരെയും ഫൈറ്റ് ചെയ്യുമായിരിക്കും എന്നാണ് ചോങ്മി രാജകുമാരൻ പറയുന്നത്. നല്ല കാര്യം, അവൻ വളരട്ടെ എന്ന് ചോങ്മി രാജകുമാരന്റെ ഫാദറും പറയുന്നു. അപ്പോഴേക്കും ലോങ്കിൻ രാജകുമാരൻ അങ്ങോട്ട് വരുന്നു. ചോങ്മി രാജകുമാരന്റെ ഫാദർ പറഞ്ഞത് തന്നെയായിരുന്നു ലോങ്കിൻ രാജകുമാരൻ അങ്ങോട്ട് വന്നത്. താങ് സ്റ്റേറ്റിലെ കാര്യങ്ങൾ തന്നെയാണ് ലോങ്കിൻ രാജകുമാരൻ പറയുന്നത്. ലിയു രാജ്ഞിയുടെ ചരിത്രമാണ് ആദ്യം പറയുന്നത്. ലിയു രാജ്ഞിയെ ഡീല് ചെയ്യുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. അത് ചോങ്മി രാജകുമാരന് എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് പറയുമ്പോൾ ചോങ്മി രാജകുമാരന്റെ മുഖം നല്ല രീതിയിലൊന്നുമല്ല. ലോങ്കിൻ രാജകുമാരനോട് അവന് മുമ്പത്തെ പോലെ സ്നേഹമൊന്നുമില്ല. അതൊക്കെ മനസ്സിലാക്കി ചോങ്മി രാജകുമാരന്റെ ഫാദർ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ലക്ഷ്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ആ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. താങ് സാമ്രാജ്യത്തിന്റെ നാശമാണ് അവരുടെ ലക്ഷ്യം. അതിന് പറ്റിയ അവസരമാണ് ഇതെന്ന് അവരുടെ ഫാദർ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ലോങ്കിൻ രാജകുമാരൻ ആദ്യം കയറി പറയുകയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താങ് സാമ്രാജ്യം മുഴുവനും ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. താൻ പറയാൻ പോയപ്പോഴേക്കും തനിക്ക് മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ ചോങ്മി രാജകുമാരന് ചെറിയ ദേഷ്യമാകുന്നുണ്ട്. അതുകൂടാതെ ചോങ്മി രാജകുമാരന് ലിയു രാജ്ഞിയോടൊക്കെ ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്. അതിനുശേഷം അവരുടെ ഫാദർ അവരുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിപ്പിച്ച് ശപഥം ചെയ്യിപ്പിക്കുന്നു. ശേഷം അവരെ അനുഗ്രഹിച്ചും വിടുകയാണ്. പിന്നെ ഷീലിങ്ങിന്റെ അധികാരിയും താങ് സാമ്രാജ്യത്തിലെ വാർത്തകൾ അറിയുന്നതായി കാണിക്കുന്നു. അവിടുത്തെ മുന്നത്തെ രാജാവ് ഒരു ബീരുവിനെയാണല്ലോ അടുത്ത രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ഷീലിങ്ങിന്റെ അധികാരി പറയുന്നത്.
എന്നാൽ അത് അട്ടിമറിയിലൂടെയാണ് നടന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഫൂസി പോയതോടെ താങ് സാമ്രാജ്യം മുഴുവനായിട്ടും നശിക്കാൻ പോവുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യണമോ എന്ന് ആ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ചോദിക്കുമ്പോൾ ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, നമ്മൾ താങ് സാമ്രാജ്യത്തെ ക്രൂശിക്കും. നമ്മുടെ പ്രവർത്തികളെ എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യും. അതിനുശേഷം താങ് അഡ്വൈസർ മരിച്ച് ആ അധികാരം മിൻചിക്ക് കിട്ടി എന്ന കാര്യം ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുമ്പോൾ ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, അത് നമുക്ക് കൂടുതൽ ഉപകരിക്കും. ശേഷം മിങ്ചി അയച്ച ഒരു സന്ദേശവും കൊടുക്കുന്നു. ആ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല, ഷിയാത്തിയ രാജ്ഞി ഡീമൺ സെക്റ്റിലെ ഒരു ദേവതയാണ്. ചിരിച്ചുകൊണ്ട് ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, താങ് സാമ്രാജ്യത്തെ ക്രൂശിക്കാൻ വേറൊരു കാരണം എന്തിനാ, ഇത് തന്നെ പോരെ. ആരറിഞ്ഞു അവിടുത്തെ രാജ്ഞി തന്നെ അതിനുള്ള അവസാനത്തെ ഇരയാകുമെന്ന്. അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ മിങ്ചി താങ് അഡ്വൈസറിന്റെ പദവിയിലേക്ക് എത്തുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ ആ പദവി അവനാണ്. അങ്ങനെ ആ ചടങ്ങും കഴിയുന്നു. പിന്നെ ഷിയാത്തിയ രാജ്ഞിയുടെയും മകന്റെയും അടുത്തേക്ക് വീണ്ടും ജനറൽ മാ വന്നിട്ട് പറയുകയാണ്, നമ്മൾ അയച്ച ആളുകൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല, അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. രാജാവിന്റെ ശവപ്പെട്ടിയുടെ അടുത്ത് തന്നെയാണ് ഷിയാത്തിയ രാജ്ഞിയും മകനും ഇപ്പോഴും നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് നിനക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ ജനറൽ മാ പറയുകയാണ്, എനിക്ക് ഉറപ്പില്ല, പക്ഷെ എൻ്റെ നിഗമനം ഞാൻ പറയാം, എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ ലിയു രാജ്ഞിയുടെയും അവളുടെ സഹോദരനെയും ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ലിയു രാജ്ഞി നല്ലവളാണ്. പക്ഷേ ലിയു രാജ്ഞിക്ക് അവിടുത്തെ ഗാർഡിയൻ എന്ന പദവി പോകുന്നതിന് മുമ്പ് രാജാവ് കൊടുത്തിരുന്നു. ആ പദവി ഉപയോഗിച്ച് ലിയു രാജ്ഞി അത് മുഴുവിപ്പിക്കാൻ ഷിയാത്തിയ രാജ്ഞി സമ്മതിച്ചില്ല. അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ജനറൽ മായിനെ തടഞ്ഞു. ജനറൽ മാ അപ്പോൾ പറയുകയാണ്, രാജ്ഞിയെ പേടിക്കണ്ട, അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ആളുകളെ ഞാൻ അങ്ങോട്ട് വിടാം. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങില്ല. അപ്പോഴാണ് ജനറൽ മാ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതുവരെയും തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഞ്ഞുവീഴ്ച നിലച്ചിരിക്കുന്നു. പെട്ടെന്നാണ് അതുണ്ടായത്. അതിനു മുമ്പ് എല്ലാ ഇടങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞുവീഴ്ചയായിരുന്നു. പിന്നെ എല്ലാവരും പുറത്ത് പ്രത്യക്ഷമായ മൂണിനെ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു. ലിയു രാജ്ഞിയും സഹോദരനും മായും അതേപോലെ തന്നെ നിങ്കയും അക്കാദമിയിലെ മറ്റുള്ള ശിഷ്യന്മാരും എല്ലാവരും ഒക്കെ. നിങ്കയെ ഇതേ സമയം ഫൂസി വിളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ക അപ്പോൾ പറയുകയാണ്, ഫൂസി ഈ ലോകത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ലോകം ഇരുട്ടിനാൽ മൂടപ്പെട്ടാനെ. ഫൂസിക്ക് ഞങ്ങൾ ഞങ്ങളുടെ റെസ്പെക്റ്റ് സമർപ്പിക്കുന്നു. ഫൂസി ശരിക്കും ചന്ദ്രനെ പോലെയാണ്, ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. അക്കാദമിയിലെ സ്റ്റുഡൻസും നിങ്കയും ഒരേ സ്വരത്തിൽ പറയുന്നു, ഫൂസി ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിനുശേഷം ഫൂസിയോട് എന്ന പോലെ ചന്ദ്രന്റെ നേരെ കൈ നീട്ടുന്നു. റെസ്പെക്റ്റ് കാണിച്ചതാണ്. എപ്പോഴും അങ്ങനെയാണ് അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ റെസ്പെക്റ്റ് കാട്ടാറുള്ളത്. പിയും തടവിലായിരിക്കുന്ന ബുക്മാനിയാക്കും ഒക്കെ റെസ്പെക്റ്റ് പ്രകടിപ്പിക്കുന്നുണ്ട്. യേഹോങ്യും ലോങ്ക്യും രാജകുമാരനും അത് കാണുമെങ്കിലും റെസ്പെക്റ്റ് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. അറവുകാരനും കുടിയനും അത് കാണുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാജാവിന്റെ സഹോദരന്റെ അടുത്തേക്ക് വരുന്ന മിങ്ചിയെയാണ്. മിങ്ചിയെ കാണുമ്പോൾ ഒരു താല്പര്യമില്ലാതെ രാജാവിന്റെ സഹോദരൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഒരു രഹസ്യ സന്ദേശം കാണിച്ചുകൊണ്ട് മിങ്ചി പറയുകയാണ്, നിങ്ങളും ഷീലിങ്ങും തമ്മിലുള്ള രഹസ്യ സന്ദേശമാണിത്. രാജാവിന്റെ സഹോദരൻ അത് ഉടനെ വാങ്ങിച്ച് പിച്ചി കീറി കളയുമ്പോൾ മിങ്ചി പറയുകയാണ്, ഇതുപോലെ വേറെ കുറച്ചുമുണ്ട്. ഷീലിങ്ങുമായിട്ട് നിങ്ങൾക്ക് രഹസ്യബന്ധമുണ്ടല്ലേ? അത് കേട്ട് ഞെട്ടുമെങ്കിലും ധൈര്യം സംഭരിച്ച് ദേഷ്യത്തോടെ രാജാവിന്റെ സഹോദരൻ പറയുകയാണ്, ഇത് കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ? ഞാൻ ഭീഷണിപ്പെടുകയില്ല. മിങ്ചി അപ്പോൾ പറയുകയാണ്, ഒരിക്കലുമില്ല, നമ്മൾ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ്. രാജാവിന്റെ സഹോദരൻ ചോദിക്കുകയാണ്, നീയും ഷീലിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണോ? മിങ്ചി അതെ എന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ്, താങ് അഡ്വൈസർ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമോ? രാജശാസനം തിരുത്തി കുറിച്ചതിനുള്ള നാണക്കേട് മൂലമാണ് അദ്ദേഹം മരിച്ചത്. രാജാവിന്റെ സഹോദരൻ ഒരുപാട് ആകാംക്ഷയോടെ അപ്പോൾ ചോദിക്കുകയാണ്, രാജാവ് അപ്പോൾ ഷിയാത്തിയ രാജ്ഞിയുടെ മകനെ ആയിരുന്നോ രാജാവായിട്ട് തീരുമാനിച്ചിരുന്നത്? അതൊക്കെ കേട്ട് രാജാവിന്റെ സഹോദരന് ശരിക്കും ദേഷ്യമാകുമെങ്കിലും എന്ത് ചെയ്യാനാണ്. അവൻ പറയുകയാണ്, ഈ രഹസ്യം എന്തിനാണ് എന്നോട് പറഞ്ഞത്? മിങ്ചി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നിന്നോട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയുള്ളൂ. രാജാവിന്റെ സഹോദരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? നീ ഇവിടുത്തെ രാജാവാകണം. ഷീലിങ്ങിന്റെ അധികാരിക്കും അത് തന്നെയാണ് വേണ്ടത്. അത് കേട്ട് കഴിയുമ്പോൾ രാജാവിന്റെ സഹോദരൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അയാൾ പറയുകയാണ്, എനിക്ക് അതിനുള്ള ശേഷിയൊന്നും ഇപ്പോഴില്ല. എന്നെ അടിച്ചമർത്തിയിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ഇപ്പോൾ എൻ്റെ നേർക്കാണ്. അപ്പോൾ മിങ്ചി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴത്തെ രാജാവ് ലിയു രാജ്ഞിയുടെ സഹോദരനല്ലേ, അവനുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അവനുമായിട്ട് കൂടുതൽ അടുക്കണം. എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ രാജാവിന്റെ സഹോദരൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ എന്തിനാണ് അവനുമായിട്ട് അടുക്കുന്നത്? അവനെ കൊല്ലുകയാണ് വേണ്ടത്. മിങ്ചി അപ്പോൾ അത് തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ആ തോൽവിയെ കൊന്നുകൊണ്ട് എന്തിനാണ് അങ്ങയുടെ കരം മലിനമാക്കുന്നത്?
ആ വിഡ്ഢിക്ക് പുറകിൽ നിന്ന് ഒരു തള്ളു കൊടുത്താൽ മതി, അവൻ താഴെ വീണ് ഇല്ലാതായിക്കോളും. ഒരു ഉപമയാണ് മിങ്ചി പറഞ്ഞു കൊടുത്തത്. രാജാവിൻ്റെ സഹോദരൻ അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന ലിയു രാജ്ഞിയെയും അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ലിയു രാജ്ഞിയുടെ സഹോദരനെയുമാണ്. അവൻ എന്തോ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിലത്ത് വീണ് കഴിയുമ്പോൾ എടുത്തു കൊടുക്കാൻ ഒരുപാട് സേവകരുണ്ട്. കുറെ ആയി കഴിയുമ്പോൾ ദേഷ്യം കയറി ലിയു രാജ്ഞി പറയുകയാണ്, ഇനി നിങ്ങളാരും അവന് അത് എടുത്തു കൊടുക്കേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകൂ. അതിനുശേഷം ലിയു രാജ്ഞി അവളുടെ സഹോദരനോട് പറയുകയാണ്, നിനക്ക് വേറൊന്നും ചെയ്യാനില്ലേ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ രാജാവായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലിയു രാജ്ഞി എഴുതാൻ അവന് പേന കൊടുക്കുന്നു. ആദ്യം അവൻ മടിച്ചെങ്കിലും ഒരുപാട് നിർബന്ധിച്ചു കഴിയുമ്പോൾ അതിന് തയ്യാറാകുന്നു. എന്നാൽ എഴുതാൻ തുടങ്ങുമെങ്കിലും എന്താണ് എഴുതേണ്ടതെന്ന് പോലും അവൻ അറിയില്ല. ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ലിയു രാജ്ഞി പറയുകയാണ്, നീ തടവിലാക്കിയ സാങ്സങ്ങിന്റെ ഫാദറിനെ ഞാൻ കാണാൻ പറഞ്ഞതല്ലേ, എന്നാൽ എന്തിനാണ് താൻ അയാളെയൊക്കെ കാണുന്നതെന്ന് ലിയു രാജ്ഞിയുടെ സഹോദരൻ ചോദിക്കുന്നു. അവൻ തന്നോട് വിശ്വസ്തനല്ല എന്നാണ് ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുന്നത്. ലിയു രാജ്ഞി അപ്പോൾ പറയുകയാണ്, നീ എന്ത് വിഡ്ഢിയാണ്, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ദുർബലരാണ്, നമ്മുടെ കൂടെ നിർത്താവുന്നവരെയൊക്കെ നമ്മൾ നിർത്തുകയാണ് വേണ്ടത്. അഹങ്കാരത്തോടെ ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, എനിക്ക് ആരുടെയും സഹായഹസ്തങ്ങൾ വേണ്ട. ലിയു രാജ്ഞി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, നീ ഇവിടുത്തെ രാജാവാണ്, ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, നിന്റെ താല്പര്യങ്ങൾക്കല്ല. നമ്മുടെ ഫാദറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു സാങ്സങ്ങിന്റെ ഫാദർ. മണ്ടത്തരം കാണിച്ച് വെറുതെ അവനെ നഷ്ടപ്പെടുത്തരുത്. അവസാനം ലിയു രാജ്ഞിയുടെ സഹോദരൻ അതിന് സമ്മതിക്കുന്നു. അതിനുശേഷം അവൻ പോകാൻ നേരത്ത് അവൻ യൂസ്ലെസ് ആണെന്ന് ലിയു രാജ്ഞി പറയുന്നുണ്ട്. അത് കേട്ട് രാജാവായതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം അവന് ശരിക്കും ദേഷ്യമാകുന്നു. എങ്കിലും അത് പ്രകടിപ്പിക്കുന്നില്ല. മുഖത്ത് അവൻ്റെ ആ ദേഷ്യം വ്യക്തമായിട്ട് കാണാം. പിന്നെ പുറത്ത് അവൻ വിഷമത്തോടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. അത് കണ്ട് രാജാവിൻ്റെ സഹോദരൻ അവൻ്റെ അടുത്തേക്ക് വന്ന് ആദ്യമൊക്കെ ഒരുപാട് ബഹുമാനമൊക്കെ കാണിക്കുന്നു. അങ്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ പറയുന്നുണ്ട്. നല്ല അഭിനയമാണ് രാജാവിൻ്റെ സഹോദരൻ കാഴ്ചവെക്കുന്നത്. അവൻ നല്ല വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി രാജാവിൻ്റെ സഹോദരൻ ചോദിക്കുകയാണ്, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? അവൻ ഒന്നുമില്ല എന്ന് പറയുമെങ്കിലും രാജാവിൻ്റെ സഹോദരൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. എൻ്റെ കയ്യിൽ നല്ല വൈനുണ്ട്, നമുക്ക് ഒരുമിച്ച് കുടിച്ചാലോ? സർവൻ്റ് അപ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ലിയു രാജ്ഞി പറഞ്ഞത് നിന്നോട് കുടിക്കരുതെന്നാണ്. അത് കേട്ട് രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്റെ സ്റ്റാറ്റസ് മറന്നുപോയി. നമ്മൾ രണ്ടുപേരും തമ്മിൽ കുടിക്കുന്നത് ലിയു രാജ്ഞി കണ്ടാൽ ആകെ പ്രശ്നമാകും. ഞാൻ നിന്നെ വെറുതെ കുഴപ്പത്തിലാക്കുന്നില്ല. അതിനുശേഷം ഒരു ദുഷ്ടമുഖത്തോടെ രാജാവിൻ്റെ സഹോദരൻ അവിടുന്ന് പോകാൻ ഒരുങ്ങുകയാണ്. കാരണം ഇത് പറഞ്ഞതോടെ ലിയു രാജ്ഞിയുടെ സഹോദരന് തന്നെ തോന്നിക്കാണും താൻ രാജാവായതുകൊണ്ട് ഒരു ഗുണവുമില്ല, എല്ലാ തീരുമാനവും തൻ്റെ സഹോദരിയാണ് എടുക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രാജാവിൻ്റെ സഹോദരനും അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലിയു രാജ്ഞിയുടെ സഹോദരൻ രാജാവിൻ്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാണ്, അങ്കിൾ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ മദ്യപിക്കണം, പുറത്ത് നല്ല ക്ലൈമറ്റാണ്, എനിക്ക് അങ്കിളിൻ്റെ കൂടെ വരാൻ പറ്റിയില്ലെങ്കിൽ അങ്കിളിൻ്റെ എൻ്റെ കൂടെ വരാമല്ലോ, രാജാവാണ് ക്ഷണിക്കുന്നത്. സന്തോഷത്തോടെ രാജാവിൻ്റെ സഹോദരൻ ആ ഓഫർ സ്വീകരിക്കുന്നു. സേവകന്മാരോട് അതിനെക്കുറിച്ചൊക്കെ മിണ്ടിപ്പോകരുതെന്നും പറയുന്നു. ഒരു മുറിയുടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കെയർഫ്രീ ആയിട്ടുള്ള രാജാവ് നീയാണ്. എന്നാൽ ലിയു രാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ്, പക്ഷേ ഒരു കാര്യവുമില്ല, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എൻ്റെ സഹോദരിയാണ്. എല്ലാവരും അവളെ ഇപ്പോഴും ഇവിടുത്തെ ഗാർഡിയനായിട്ട് കാണുന്നു, എനിക്കും അത് ഫോളോ ചെയ്യേണ്ടി വരുന്നു. എന്നാൽ രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, നീ ഇപ്പോൾ ഇവിടുത്തെ രാജാവാണ്, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, ആർക്കും നിന്നെ തടയാനാകില്ല. ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, പക്ഷേ എന്തൊക്കെ വന്നാലും അവൾ എൻ്റെ സഹോദരിയല്ലേ? രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, അവൾക്ക് എതിരെ പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്റെ കഴിവെന്താണെന്ന് നീ അവൾക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, അതിന് തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ലിയു രാജ്ഞിയുടെ സഹോദരൻ ചോദിക്കുന്നു. രാജാവിൻ്റെ സഹോദരൻ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും ലിയു രാജ്ഞിയുടെ സഹോദരൻ്റെ വർത്താനമൊന്നും രാജാവിൻ്റെ സഹോദരനെ പിടിക്കുന്നില്ല. ശരിക്കും ദേഷ്യമാകുമെങ്കിലും അതൊക്കെ കടിച്ചമർത്തിയാണ് നിൽക്കുന്നത്. രാജാവിൻ്റെ സഹോദരൻ പറഞ്ഞു കൊടുത്ത കാര്യം വേറൊന്നുമല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പ്രഡിക്ഷൻസ് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു. താങ് സ്റ്റേറ്റിൻ്റെ സർവനാശമായിരുന്നു അവർ നടത്തിയ പ്രഡിക്ഷൻ. സ്റ്റാറുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ പ്രഡിക്ഷൻ. ആ ഒരു പ്രഡിക്ഷൻ കാരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് ലിയു രാജ്ഞി ഇവിടെ നിന്ന് ഒളിച്ചോടി പോയത്. ശേഷം ഗോൾഡൻ ഹോർഡയിലെ ചീഫിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ഒരു പ്രഡിക്ഷൻ നമ്മൾ വീണ്ടും യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഷിയാത്തിയ രാജ്ഞിയും മകനും എത്തിപ്പെടാൻ പറ്റാത്ത സന്ദർഭമാണ്. അവർ വിടുന്ന ആളുകളെ ആണെങ്കിൽ ലിയു രാജ്ഞി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ലിയു രാജ്ഞിയുടെ സഹോദരൻ ചോദിക്കുകയാണ്, പക്ഷേ പ്രഡിക്ഷൻസ് നടത്തുന്ന ആ ഗ്രൂപ്പിനെ നമ്മുടെ സ്വാധീനത്തിൻ്റെ വലയത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ, അവർ നിഷ്പക്ഷമായല്ലേ തീരുമാനമെടുക്കുന്നത്, അതിനുള്ള എന്തൊക്കെയോ വഴിയും രാജാവിൻ്റെ സഹോദരൻ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു. സന്തോഷത്തോടെ ലിയു രാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അവരുടെ പ്രഡിക്ഷൻസ് യൂസ്
ചെയ്ത് ഷിയാത്തിയ രാജ്ഞിയെയും മകനെയും എന്നേക്കുമായി അവിടെ ലോക്കാക്കാം. അവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാനാവാത്ത വിധം. എൻ്റെ ആ പ്രവൃത്തി കണ്ട് എൻ്റെ സഹോദരിയായിട്ടുള്ള ലിയു രാജ്ഞി ഒരുപാട് ഇംപ്രസ്ഡ് ആകും. അതിനുശേഷം എനിക്ക് ഒരുപാട് അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാം. പിന്നെ കാണിക്കുന്നത് ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ഷീലിങ്ങിൻ്റെ അധികാരിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, താങ് സ്റ്റേറ്റിനെ ക്രൂശിക്കുന്നതിൽ നമ്മുടെ കൂടെ യാൺ സ്റ്റേറ്റും ദാഹെ സ്റ്റേറ്റും നിൽക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, യാൺ സ്റ്റേറ്റിൻ്റെ കാര്യം വിട്ടേക്കൂ. അവർ അവരുടേതായിട്ടുള്ള വഴികളിലൂടെ താങ് സ്റ്റേറ്റിനെ ക്രൂശിച്ചോളും. പിന്നെ ദാഹെ സ്റ്റേറ്റിൻ്റെ കാര്യം, ബുക്മാനിയാക്കിൻ്റെ സ്റ്റേറ്റാണത്. താങ് സ്റ്റേറ്റ് അവരുടെ സ്റ്റേറ്റിനെ ഒരുപാട് സഹായിച്ചതുകൊണ്ട് തന്നെ അവർ താങ് സ്റ്റേറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ബുക്മാനിയാക്കിനെ ഞാൻ വെറുതെ വിടാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അവളുടെ സ്റ്റേറ്റിനെ ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ ആരുടെ സൈഡാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സ്റ്റേറ്റിനെയും നശിപ്പിക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് സാങ്സാങ്ങിൻ്റെ ഫാദറിനെ കാണാൻ വന്നിരിക്കുന്ന മിങ്ചിയാണ്. പുറത്ത് കുതിരവണ്ടിയിൽ ലിയു രാജ്ഞിയുടെ സഹോദരനുണ്ട്. ഡയറക്റ്റായിട്ട് ചെന്ന് അവന് ക്ഷമാപണം നടത്താൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും അഹങ്കാരി ആയതുകൊണ്ട് തന്നെ. സാങ്സാങ്ങിൻ്റെ ഫാദറിനെ കണ്ടു കഴിയുമ്പോൾ മിങ്ചി പറയുകയാണ്, ലിയു രാജ്ഞിയുടെ സഹോദരൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിനക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി. സാങ്സാങ്ങിൻ്റെ ഫാദർ പറയുകയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചതിന് നന്ദിയുണ്ട്. അതിനൊന്നും അർഹതയില്ലാത്തവനാണ് ഞാൻ. പക്ഷേ ഉള്ളിൽ ശരിക്കും ദേഷ്യമുണ്ട്. ബഹുമാനസൂചകമായി അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. മിങ്ചി അപ്പോൾ പറയുകയാണ്, നീ തന്നെ പറഞ്ഞല്ലോ അതിനൊന്നും യോഗ്യതയില്ല എന്ന്. അങ്ങനെയെങ്കിൽ നീ ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നതാണ് നല്ലത്. പിന്മാറുന്നതോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് സാങ്സാങ്ങിൻ്റെ ഫാദർ ചോദിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമ്മൾ വീണ്ടും വരുന്നതുവരെയും കാത്തിരിക്കുക. ഗുഡ് ബൈ.